വേർതിരിക്കാൻ ഞങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം ഈ രണ്ടുപേരും ഒരുമിച്ചുണ്ടാവുന്നതാണ്. ഈ കൂട്ടുകെട്ടിനെ ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നു. കാരണം ഞങ്ങളുടെ ഏത് കാലഘട്ടത്തിൽ ജനിച്ചവരാണെങ്കിലും അവരുടെ മനസ്സിൽ ഇന്നും ഒരുപാട് മറക്കാത്ത പാട്ടുകളുണ്ടെങ്കിൽ ആ പാട്ടുകൾ സമ്മാനിച്ചിട്ടുണ്ടാവുക തീർച്ചയായിട്ടും ഈ രണ്ട് പേരുകളിലൂടെയാണ്. ഒത്തിരി സ്നേഹത്തോടെയും സന്തോഷത്തോടു കൂടിയും നമ്മുടെ സിനിമയ്ക്ക് മുഴുവനുള്ള BGM മ്യൂസിക് എല്ലാം ചെയ്തിട്ടുള്ള ഔസഫിച്ചൻ സാറിനെയും അതോടൊപ്പം തന്നെ നമ്മുടെ സിനിമയ്ക്ക് ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള വരികൾ സമ്മാനിച്ച ഷിബു ചക്രവർത്തി രണ്ടുപേരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ നമ്മുടെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം. രണ്ടുപേരിൽ നിന്നും രണ്ട് വാക്ക് കേൾക്കുക എന്ന് പറയുന്നത് ഈ ഒരു നിമിഷത്തെ ധന്യമാക്കാൻ തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ once again please welcome and few words. എല്ലാ കോഴിക്കോട് നിവാസികൾക്കും എൻ്റെ സ്നേഹം. ഇപ്പോൾ ആദ്യം പറഞ്ഞു ഷിബു ചക്രവർത്തിയും ഞങ്ങളെ രണ്ടുപേരും വേർപിരിക്കാൻ പറ്റില്ല. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് വേർപിരിക്കാൻ ഒരിക്കലും വേർതിരിച്ച് കാണാൻ പറ്റാത്ത ഒരു നഗരമാണ് കോഴിക്കോട്. 52 വർഷം മുമ്പ് ഇവിടെ ബ്രദേഴ്സ് മ്യൂസിക് ക്ലബ്ബ് ഇന്ന് 76ാം കൊല്ലത്തേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 75ാം വാർഷികത്തിനൊക്കെ ഞാൻ വരാനൊന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്കന്ന് 16-17 വയസ്സുള്ള സമയത്ത് വന്നു തുടങ്ങിയതാണ് കോഴിക്കോട്. എൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ പാട്ടിലേക്ക് വരാം. 2 വാക്ക് സമയക്കുറവുണ്ട്, എന്നാലും പറയാം. എന്നെ ഈ പടത്തിൻ്റെ പാട്ടിനായി ക്ഷണിച്ചപ്പോൾ ഇതിൽ കുറച്ച് അനേകം പാട്ടുകളുണ്ട്. പക്ഷെ ഒരു പാട്ട് പ്രത്യേകിച്ച് പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അടുത്ത് ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പാട്ടായിട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഷിബു ചക്രവർത്തി എല്ലാവരും കൂടി ആ പാട്ട് നിങ്ങൾ ഉണ്ടാക്കിയാലേ ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ സമ്മതിച്ചു. പിന്നെ ഇതിൻ്റെ നിങ്ങൾ ബോസ് എന്ന് വിളിക്കുന്ന, ഓഫ് കോഴ്സ് ഇതിനെ ബോസിനെ കണക്ട് ചെയ്യുന്ന മറ്റൊരു വ്യക്തി കൂടി ഇവിടെ നിൽക്കുന്നുണ്ട്, റിനി മാഡം. അവരെയും ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഇവരാണ് കണക്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പാട്ട് വേണം. അപ്പോൾ എനിക്ക് ടെൻഷനായി തുടങ്ങി. ഇത് ഒരു പാട്ട് മാത്രം എത്ര ഗംഭീര പാട്ടുണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിരിക്കുന്നത്. നമ്മൾ ഒരുപാട് പാട്ടുകൾ 45-48 കൊല്ലമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നാലും ഇങ്ങനെ സ്പെഷ്യലായിട്ട് പറഞ്ഞപ്പോൾ ഒരു ടെൻഷൻ. അപ്പോൾ ഞാൻ ഇവരുടെ മനസ്സിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു സ്പെഷ്യൽ സോങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇതിൻ്റെ സാരഥി നാസർ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഏത് ടൈപ്പ് പാട്ട് വേണ്ടേ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊരു പ്രണയഗാനമാണ്, എന്നാൽ ഇപ്പോഴത്തെ മോഡേൺ സോങ്സ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന പാട്ടുകൾ ഒന്ന് പ്രണയഗാനമാണ്. എന്തിനെത്ര ഒരു അല്ലെങ്കിൽ മറ്റൊരു പാട്ട് ടെൻഷൻ വർദ്ധിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാട്ടിനോടുള്ള അഭിരുചിയാണ് ഞാൻ പറയുന്നത്. എല്ലാം ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട പാട്ടുകളാണ് അദ്ദേഹം എൻ്റെ അടുത്ത് അത്തരത്തിലുള്ള പാട്ടുകൾ ഉണ്ടായിപ്പോയി. അത് ക്ലാസിക്സ് ആണ്. അതേപോലെ ഒരു പാട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല. പിന്നെ ഇന്നത്തെ ജനറേഷനും കൂടി ഒരു പാട്ട് വേണം. അപ്പോൾ നല്ല പാട്ടാകണം, ബെൻസി പ്രൊഡക്ഷൻസിന് ഇഷ്ടമാകണം, ഞങ്ങൾക്ക് ഇഷ്ടമാകണം, നിങ്ങൾക്കും ഇഷ്ടമാകണം. അങ്ങനെ ഒരു പാട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ആ പാട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ശ്രമം. പിന്നെ ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇന്ന് സംവിധായകൻ എത്ര തവണ കണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഏറ്റവും കുറഞ്ഞത് ഒരു 200 പ്രാവശ്യമെങ്കിലും ഈ പടം ഞാൻ കണ്ടിട്ടുണ്ട്. റീ റെക്കോർഡിങ്ങിൻ്റെ പല സ്റ്റേജുകളിൽ ചെയ്ത റീ റെക്കോർഡിങ് വീണ്ടും മാറ്റി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ
കണ്ടിട്ട് എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ നല്ലത് ചീത്ത എഴുതിയോ, പക്ഷെ കാണണം, കാണാതിരിക്കാൻ പാടില്ല. അതൊരു റിക്വസ്റ്റാണ്. കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് നഷ്ടമാകില്ല എന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. കാരണം ഞാൻ 200 പ്രാവശ്യം ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഞെട്ടിച്ചുകൊണ്ട് 100 പ്രാവശ്യമെങ്കിലും എൻ്റെ സഹധർമ്മിണി, എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഈ പടം കണ്ടിട്ടുണ്ട്. ഏത് സമയത്ത് അടുക്കളയിൽ എന്ത് പണി ചെയ്യുകയാണെങ്കിലും ശരി, എന്തൊക്കെ ടെൻഷനോ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ പടം കാണാൻ പോകണം എന്ന്, ആ പണി അടുപ്പത്തുള്ള സാധനം അവിടെ സ്റ്റവ് ഓഫ് ചെയ്ത് എൻ്റെ കൂടെ വന്നിരുന്ന് ഫുൾ പടം കാണും. ഒരു 100 പ്രാവശ്യമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് പടം കണ്ടുകൊണ്ടിരിക്കും. എനിക്ക് കുറച്ചൊക്കെ ശാരീരികമായിട്ടുള്ള ക്ഷീണം കാരണം ഉറക്കം വരും. പക്ഷേ പുള്ളിക്കാരത്തി ഉറങ്ങത്തേയില്ല. ഓരോ തമാശകളും നല്ല ഇതിൽ ഓക്കെ, ഇതിൽ അഭിനയിച്ചിരിക്കുന്നവർ ഒക്കെ കൊച്ചു പിള്ളേരാണ്, ഇൻക്ലൂഡിങ് നമ്മുടെ അക്കർ അഷ്കർ എനിക്ക് സോറി എനിക്ക് പുതിയ പിള്ളേരുടെ പേരൊന്നും അറിയില്ല. നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയുടെ സിസ്റ്ററുടെ മകൻ. ഓക്കെ, അപ്പോൾ അതിലൊരു വലിയൊരു എനിക്കൊരു അവകാശം ഞാൻ പറയാമല്ലോ. അതായത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദുൽഖറിൻ്റെ ഒരു പടം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. മനസ്സിലൊരു വെറുതൊരു ആഗ്രഹം, മോഹം, അത്രയേ ഉള്ളൂ. അത് നടന്നില്ല, ഇതുവരെയ്ക്കും നടന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനൊരു ചെറിയൊരു ആശ്വാസമാണ്. മമ്മൂട്ടിയുടെ സിസ്റ്ററുടെ മകൻ ഇതിൽ അഭിനയിക്കും. പക്ഷെ വെറുതെ പേരല്ല കേട്ടോ, ഇതിൽ അഭിനയിക്കുമ്പോൾ എത്ര നാച്ചുറലായിട്ട് സർക്കാസ്റ്റിക്കായിട്ട് ഫൈറ്റ് പിക്ചറൊന്നും അല്ലത്, വളരെ ഹ്യൂമർ കലർന്ന നല്ല സ്റ്റോറിയുള്ള, അതൊക്കെ നിങ്ങൾ കണ്ട കഥയൊന്നും പറയുന്നില്ല. പക്ഷെ അത് അതിമനോഹരമായിട്ട് എത്രയോ 100 പടം അഭിനയിച്ച ലാഘവത്തോട് കൂടിയിട്ടാണ് അഷ്കർ സോറി ടു വിഗൻ അഷ്കറാണ് കേട്ടോ. ആരെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഓർത്തിരിക്കുക ഇത് ചെയ്തിട്ടുള്ളത്. ഇതിനെ ഫലൻ 2 പിന്നെ ഓഫ്കോഴ്സ് എൻ്റെ ബാല്യകാല സുഹൃത്തെന്ന് വേണമെങ്കിൽ വിളിക്കാം. 20-22 വയസ്സ് മുതലുള്ള പരിചയമാണ് സിദ്ദിഖിൻ്റെ മകൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഷെഹീനും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ അഭിനയിച്ച എൻ്റെ മുമ്പിൽ ഇത് കൊച്ചു കുഞ്ഞിരിക്കുന്നുണ്ട്. എൻ്റെയൊക്കെ സുഹൃത്തുക്കളായിരുന്ന അനിൽ ബാബു സംവിധായകൻ്റെ മകളാണ്. ആ കുട്ടിയും പിന്നെ മറ്റൊരു കുട്ടിയുമുണ്ട്. പക്ഷേ ഈ കുട്ടിയാണ് ഒരുപാട് പാട്ടൊക്കെ പാടി എന്നെ ഞെട്ടിച്ചത് ഈ പാട്ടിൽ. അപ്പോൾ അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. വളരെ നന്നായിട്ട് വരും. നിങ്ങൾ കണ്ടിട്ട് വിധി എഴുതല്ല, കാണണം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഇത് നിങ്ങൾ എഴുതാനൊക്കെ ഒക്കെ കാണണം. പിന്നെ ഇതിന് ഓരോരുത്തരും പറയുകയാണെങ്കിൽ മൈ ഗുഡ്നസ്, ഒരാളെ പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഒരിക്കലും ഈ പറഞ്ഞ നമ്മുടെ എൻ്റെ ഒപ്പൊക്കെ എന്നെക്കാൾ സീനിയറാണെന്ന് തോന്നുന്നു കരമന ജനാർദ്ദൻ ചേട്ടൻ്റെ മകൻ സുധീർ കരമന. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കരിയറിലെ ഏറ്റവും നല്ല റോളായിരിക്കും. പിന്നെ ഒരുപാട് പേര് എല്ലാവരും ഞെട്ടിച്ചിട്ടുണ്ട്, ഞാൻ എല്ലാവരും അടുത്ത് പറയുന്നില്ല. പിന്നെ നിങ്ങൾ ചിന്തിക്കും അബു സലീം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല ജിമ്മായിട്ട് കട്ടയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ ശരീരം കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾക്കൊരു ഇടി ഇടി കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാണ്ടാവും പോകും. പക്ഷെ അദ്ദേഹം ഇതിൽ ചെയ്തിരിക്കുന്ന റോളെന്ന് പറയുന്നത് അപാരമായിട്ടുള്ള ഹ്യൂമർ സെൻസോടുകൂടി. ഇങ്ങനെയൊക്കെ ഹ്യൂമർ സെൻസിന് മനുഷ്യനുണ്ടാകും. അതായത് ഹ്യൂമർ അദ്ദേഹം ചെയ്തില്ല, അദ്ദേഹം വളരെ നാച്ചുറലായിട്ട് വളരെ സിമ്പിളായിട്ട് അദ്ദേഹത്തിൻ്റെ റോൾ ചെയ്യുന്നു, വളരെ ആത്മാർത്ഥയോട് കൂടിയിട്ട്. നമുക്കത് വളരെ വലിയ കോമഡി ആയിട്ട് നമുക്ക് തോന്നുന്നത് അതിൻ്റെ സിറ്റുവേഷൻ, അതായത് സംവിധായകൻ അതെങ്ങനെയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അബു സലീം ഗംഭീരമായിട്ട് പെർഫോമൻസ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഏറ്റവും ബെസ്റ്റ് ഫിലിമായിരിക്കും. എല്ലാവരുടെയും ബെസ്റ്റ് ഫിലിം. ഞങ്ങളുടെ കൂട്ടായ്മയിൽ പിറന്ന ഏറ്റവും നല്ല പാട്ടുകളുടെ ഒരു പാട്ടായിരിക്കും നമ്മുടെ ബെസ്റ്റ് ടീമുള്ളത്. എല്ലാവരുടെയും പ്രോത്സാഹനം വേണം, പാട്ട് കേൾക്കണം. സിനിമ ഒരു ചലഞ്ചായിരുന്നു. കാരണം ജോസഫ് പറഞ്ഞ പ്രാണസഖി പോലെ ഇന്ന് പാട്ടുണ്ടാക്കിയാൽ ഞാൻ ഇയാളുടെ പറഞ്ഞു പിന്നെ പാട്ട് ചെയ്യേണ്ടി വരില്ല. കാരണം പഴയ വയസ്സന്മാരെന്തോ കാണിച്ചു വെച്ചു എന്നുള്ളതായിരിക്കും അതിനകത്ത് വരുന്നത്. അപ്പോൾ പഴയ മെലഡിയും വേണം, പഴയ ലിറിക്കൽ ക്വാളിറ്റി വേണം, ഒപ്പം
പുതുതാണെന്ന് തോന്നുക വേണം. അതെന്തായാലും അവസരം വളരെ ബുദ്ധിപൂർവ്വം സൗന്ദര്യാത്മകമായിട്ട് അത് ചെയ്തു. അതിനേക്കാളപ്പുറം ഈ കോഴിക്കോടിനെ പറ്റി പറയുമ്പോൾ ഞാനിവിടെ 5-6 വർഷം ഉണ്ടായിരുന്ന മനുഷ്യനാണ്. മീഡിയ വേൾഡ് പ്രോഗ്രാം ഉണ്ടായിട്ട് ഒരുപാട് സൗഹൃദവും ഒപ്പം തന്നെ രുചിയും തൊട്ടറിഞ്ഞതാണ് ഇവിടെ നിന്ന്. ഇന്നും ആ ബന്ധം സൂക്ഷിക്കുന്നു. ആ സ്നേഹം കോഴിക്കോടിനുണ്ട്, കോഴിക്കോടുകാരോടുണ്ട്. ഏതായാലും ഇങ്ങനൊരു വർക്ക് ചെയ്യാൻ അവസരം തന്ന ബെസ്റ്റ് ഫിലിംസിനോടും ഒരുപാട് പ്രാവശ്യം നമ്മളെ വിളിച്ച് സംസാരിക്കാൻ ചെയ്ത റിവ്യൂണ്ട് നന്ദി പറയുന്നു. നമസ്കാരം കോഴിക്കോട്. ഹായ്, എൻ്റെ DNA സിനിമ കഴിഞ്ഞ അടുത്ത ബെസ്റ്റി റിലീസാകാൻ പോകണം. പുതുവത്സരം പ്രമാണിച്ച് വലിയൊരു സർപ്രൈസാണ്, വലിയ സന്തോഷമുള്ളൊരു സമയമാണ്. കാരണം KV അബ്ദുൽ നാസർ സാർ ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടച്ചോൻ രൂപത്തിൽ വരുമെന്ന് പറയുന്നില്ലേ, അതുപോലെ ഇന്നെൻ്റെ മുമ്പിൽ വന്ന് എനിക്കൊരു പടച്ചോൻ്റെ രൂപത്തിൽ വന്ന ഒരാളാണ് ബോസ്. ബോസിൻ്റെ പടം രണ്ടാമത്തെ പടമാണ് ബെസ്റ്റി. അതിലൊരു നായകനാണോ വില്ലനാണോ രണ്ടുമാണ്. അപ്പോൾ അതിൽ ഒരു സസ്പെൻസ് ത്രില്ലറാണ്, നല്ലൊരു കോമഡിയും എല്ലാം കൂടെ കൈകാര്യം ചെയ്ത് എന്നെ ഇതിലൊരു കോമഡി ക്യാരക്ടറാക്കി വില്ലനാക്കിയൊക്കെ ചെയ്യിച്ചത് എൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹത്തോട് ഒരുപാട് നന്ദി ഞാൻ പറയുന്നുണ്ട്. കാരണം ഷാനു സമദ് അദ്ദേഹത്തോട് ഒരുപാട് വർഷം മുമ്പ് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം എന്നെ ഇതിലൊരു നല്ലൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റാത്ത പരിപാടികളൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അദ്ദേഹത്തോട് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. അതുപോലെ ബെൻസി പ്രൊഡക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു ഫാമിലിയാണ്, കുടുംബമാണ്. അത് പറഞ്ഞാൽ എവിടെയും എത്തത്തില്ല. ഒരു വേറെ ബന്ധങ്ങളുള്ള ഒരു ഭയങ്കര സെൻറ്റിമെൻസ് ഉള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു വലിയൊരു അവസരങ്ങൾ തന്ന എൻ്റെ ബോസിനോട് ഒരുപാട് നന്ദി. അതുപോലെ ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ എല്ലാ ടീമിനോടും ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ ഔസേബ് സാർ ഇതിൽ മ്യൂസിക് ചെയ്യുന്നു. ഷിബു സാറൊക്കെ ഒരുപാട് വർഷം മുമ്പ് ട്രിവാൻഡ്രത്ത് വെച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് ബന്ധങ്ങളിൽ എല്ലാവരും നല്ലൊരു വലിയൊരു ഫാമിലിയാണ്. അതുപോലെ റിനി മാഡം, നസീമത്ത, റാഷിദ്, ഞങ്ങളുടെ കുടുംബമാണ്. ഒരുപാട് വർഷങ്ങൾ, എനിക്കൊരു 5 വർഷം ആയിട്ടുള്ള ബന്ധമാണ് ബെൻസി പ്രൊഡക്ഷൻസുമായിട്ട്. അതുകൊണ്ട് എല്ലാ പടത്തിലും എനിക്ക് ചാൻസ് ആണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് എല്ലാ പടത്തിലും എന്നെ അഭിനയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം അടുത്ത പടം വേറെ പടം റിലീസിൽ നിൽക്കുകയാണ്. ബോസ് ഒരുപാട് എന്താ പറയുക, ഒരുപാട് അദ്ദേഹം എന്നെ സിനിമയിൽ കൊണ്ടുവന്നാൽ എനിക്കൊരു അവസരം തരണമെന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തോട് ഒരുപാട് നന്ദി അവസരത്തിൽ പറയും. കാരണം സിനിമ ഒരുപാട് ഭയങ്കര കോമ്പറ്റേറ്റീവ്, അപ്പോൾ അതിൽ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് അവസരം കിട്ടാമെന്നൊരു വലിയ കാര്യമാണ്. ഇതിൽ അവസരത്തിൽ കിട്ടിയ അവസരം ഞാൻ നന്നായിട്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബോസിൻ്റെ വൈഫ് ഉണ്ട്. എല്ലാവർക്കും ഈ പടം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. ഇനി തിയേറ്ററിൽ 24-ാം തീയതി റിലീസാണ്. എല്ലാവരും ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഞങ്ങളെപ്പോലെയുള്ള എളിയ കലാകാരികളെയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കാണണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല രീതിയിലുള്ള ഫൈറ്റ് ഉണ്ട്, ആക്ഷൻ, അതിൽ കോമഡി ഉണ്ട്, നല്ല ഇവരൊക്കെ റൊമാൻസ്, ഭയങ്കര പ്രണയം പരിപാടിയൊക്കെ ഉണ്ട് ഇതിൽ അല്ലേ. അപ്പോൾ എല്ലാവരും സന്തോഷം. അപ്പം നിങ്ങളെല്ലാം കാണാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം. നിങ്ങൾ തന്നെ ഹാപ്പിയല്ലേ? അത് പുതുവത്സരം അല്ലേ, ന്യൂ ഇയർ അല്ലേ? ഹാപ്പിയാണോ? അടിപൊളി. അതിപ്പോൾ ഒരു കൈകളിയല്ലോ നമുക്ക്. അപ്പോൾ ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാവരും കാണാൻ പറ്റുന്ന 24-ാം തീയതി പടം റിലീസാണ്. നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി കാണണം. ബെസ്റ്റി, നിങ്ങൾ കുറെ ബെസ്റ്റിമാരുണ്ടോ? ഉണ്ടോ? ബെസ്റ്റീസ് ഉണ്ടോ? ഇല്ലേ? അപ്പോൾ ഓക്കെ, ഒരുപാട് സന്തോഷം. താങ്ക് യു. ഗോകുലം സാറിനോട് ഒരുപാട് താങ്ക്സ്. അദ്ദേഹത്തിൻ്റെ ഇവിടെ സ്റ്റേജിൽ ഇതിൽ ചെയ്യാൻ പറ്റും, ഞങ്ങളുടെ ഓഡിയോ ലോഞ്ച് നടത്താൻ പറ്റില്ല. ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പോൾ നമ്മുടെ നായികയുടെ കൊടുക്കാം. താങ്ക് യു. ഹലോ കോഴിക്കോട്. ഹലോ, ഹായ്. നേരത്തെ മുകളിലുള്ള ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഹായ് തന്നു. ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി നന്ദിയോടു കൂടിയാണ് ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. കാരണം ഞാൻ എൻ്റെ ഉള്ളിലൊരു ചെറിയൊരു കോഴിക്കോട് രക്തമുണ്ട്. എൻ്റെ അച്ഛൻ കോഴിക്കോട്ടുകാരനാണ്. അപ്പോൾ എല്ലാ വെക്കേഷനും ഞങ്ങൾ കോഴിക്കോട്ട് വരാറുണ്ട്. കോഴിക്കോട്ട് ഹൽവ ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ്, കഴിക്കാണ്ടിരിക്കാറില്ല. ആ ഹൽവ കഴിക്കുന്ന ഒരു ഫീലായിരുന്നു എനിക്ക് ആദ്യമായി ബെസ്റ്റിയുടെ സിനിമയുടെ ലൊക്കേഷനിൽ എത്തിയപ്പോൾ തോന്നിയത്. കാരണം എല്ലാവരും അത്രയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൂടിയാണ് വരവേറ്റത്. എനിക്ക് തോന്നുന്നു ആ ഒരു ടീമിൽ ഞാനാണ് ആദ്യമായിട്ട് പുതിയതായിട്ട് ജോയിൻ ചെയ്തത്. പക്ഷെ എല്ലാവരും അത്രയും സ്നേഹത്തോടു കൂടി പെരുമാറി. അബ്ദുൽ നാസർ സാറിനോട്
എന്നെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തത്. അപ്പോൾ ഷാൻ ചേട്ടനാണ് എന്നെ ഈ ഒരു ഫാമിലിയിലേക്ക്, ബെസ്റ്റി ഫാമിലിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ. അതേപോലെ റെനി മാഡം, റാഷിക്ക, എല്ലാവരും ഈ സിനിമയിൽ മുൻപിലും പിന്നിലുമായി പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. അഷ്കറിക്ക, ഷഹീൻ ചേട്ടൻ, സാക്ഷി, എല്ലാവരും അത്രയും നന്നായിട്ടാണ് സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയത്. പിന്നെ ഇന്ന് ഈ ഓഡിയോ ലോഞ്ചിൽ എനിക്ക് ചെയ്യാൻ പറ്റിയൊരു സോങ് തന്നെ പ്ലേ ചെയ്തു എന്നുള്ളത് ഒത്തിരി സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതിന് വീണ്ടും ഞാൻ ഈ ടീമിലെ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ചെറിയൊരു കാര്യം ഞാനൊന്ന് ഷെയർ ചെയ്തോട്ടെ. ചേട്ടൻ പറഞ്ഞു നേരത്തെ ദൈവത്തിൻ്റെ കരങ്ങളുള്ള ഒരു ഫാമിലിയാണ്. തീർച്ചയായിട്ടും എനിക്കും അത് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു വർഷം മുമ്പ് എക്സാക്ട്ലി ഈ ടൈമിൽ ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് ഞാൻ ഔസേപ്പ് ബച്ചൻ സാറിനെ ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കാനും ഒരു ഫോട്ടോ എടുക്കാനും വേണ്ടി നിങ്ങളെപ്പോലെയൊക്കെ തന്നെ ഞാൻ ബാക്കിൽ നിന്നിട്ട് എനിക്ക് സാധിച്ചില്ല. ഞാനും എൻ്റെ ഫ്രണ്ട് മുൻപിൽ എത്തണതിന് മുൻപ് സാർ ആ പരിപാടിയിൽ നിന്നും പോയി അറ്റൻഡ് ചെയ്തിട്ട്. അപ്പോൾ അന്ന് പക്ഷെ ജസ്റ്റ് ഒന്ന് സാർ ഇങ്ങനെ നമ്മളെ ഒരു ആരാധിക എന്നുള്ള രീതിയിലൊരു ഹായ് കാണിച്ചു. ഇന്ന് അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകളിലൂടെ തന്നെ എന്നെ പറ്റിയുള്ളൊരു പേര് സൂചിപ്പിച്ചെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ കരങ്ങളാണ്. അതെൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും സപ്പോർട്ടും പ്രാർത്ഥനയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ദൈവമുണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ള പോലെ ഈ സിനിമയുടെ ത്രൂ ഔട്ട് എല്ലാ ഷെഡ്യൂൾസും വളരെ സ്മൂത്തായിട്ടാണ് നടന്നത്. യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാണ്ട് തന്നെ പ്രൊഡക്ഷൻ അബ്ദുൽ നാസർ സാർ ഉറപ്പുവരുത്തിയിരുന്നു. ഇന്നലെ പോലും എനിക്ക് അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാനും അവിടുന്ന് ആഹാരം കഴിക്കാനൊക്കെ സാധിച്ചു. അപ്പോൾ അഷ്കർക്ക് പറഞ്ഞ പോലെ ഈ ഒരു കുടുംബത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ആയതിന് ഷാൻ ചേട്ടാ താങ്ക് യു സോ മച്ച്. ഇനിയും ഈ പ്രൊഡക്ഷൻ്റെയും ഈ ടീമിൻ്റെയും ഒക്കെ ഒപ്പം സിനിമ ചെയ്യാനും ഇനിയും ഔസേപ്പ് ബച്ചൻ സാറും ശിവ സാറും ഒക്കെ എഴുതിയ വരികൾക്ക് അഭിനയിക്കാൻ സാധിക്കാനും ഞാൻ ഹൃദയം നിറഞ്ഞ ദൈവത്തോട് റിക്വസ്റ്റ് ചെയ്യാണ്. യൂണിവേഴ്സിൽ ഞാൻ ബിലീവ് ചെയ്യുന്നുണ്ട്. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് കോഴിക്കോട് ആൻഡ് ഓൾ ഓഫ് യു ഫോർ ബീയിങ് ഹിയർ. 24-ാം തീയതി ഞങ്ങളുടെ പടം എന്തായാലും നിങ്ങൾ ഒറ്റയ്ക്ക് പോകരുത്, നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ. അതേപോലെ നിങ്ങളുടെ എല്ലാവർക്കും ഒരു ബെസ്റ്റ് ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. ഇല്ലേ? ബെസ്റ്റ് ഇല്ലേ എല്ലാവർക്കും? ബെസ്റ്റ് ഫ്രണ്ടെങ്കിലും ഉണ്ടാകാണ്ടിരിക്കില്ല നമുക്ക് എല്ലാവർക്കും. ബെസ്റ്റ് ഫ്രണ്ട്സിനെയും ബെസ്റ്റിനെയും കുടുംബത്തിലുള്ള എല്ലാവരെയും കൂട്ടി ഞങ്ങളുടെ ഈ ഒരു നല്ലൊരു നന്മയുള്ള സിനിമ കണ്ട് ഞങ്ങളെല്ലാവരെയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു സോ മച്ച്. അതോടൊപ്പം തന്നെ വളരെ വ്യത്യസ്തമായ, സാധാരണ എല്ലാവരും പറയുന്നതാണ്, പക്ഷേ അതുപോലെയല്ല, വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രത്തിനാണ് ചെയ്യുന്നത്. കൂടുതലായിട്ട് ഇവിടെ പറയുന്നില്ല. 24-ാം തീയതി പടം റിലീസാകുമ്പോൾ എല്ലാവരും കുടുംബത്തോടുകൂടി പോയി കണ്ട് തിരിച്ച് ആസ്വദിക്കണം. ബെസ്റ്റായിരിക്കും, യാതൊരു തർക്കവുമില്ല. ഓൾ ദ ബെസ്റ്റ്. ഹലോ, നമസ്കാരം. സന്തോഷമുണ്ട് ബെസ്റ്റ് സിനിമയിൽ ഭാഗമാകാൻ സാധിച്ചത്. അതിനേക്കാളുപരി ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ 2 ആർസികൾ കൂടെ അഭിനയിക്കാൻ സാധിച്ചത് വളരെ സന്തോഷം. അതുപോലെ തന്നെ ബോസം വിളിക്കുന്ന ഞങ്ങളുടെ നാസറിനായ ഒരു വലിയ വ്യക്തിയെ പരിചയപ്പെടാൻ സാധിച്ചത് അതുപോലെ തന്നെ സന്തോഷമുണ്ട്. എല്ലാവർക്കും